ഗുരു, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. യോഹന്നാൻ 1:49. രാജാധിരാജനായ യേശുനാഥ, ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗങ്ങളിലും എല്ലാ ആധിപത്യങ്ങൾക്കും ശക്തികൾക്കും അധികാരങ്ങൾക്കും പ്രഭുക്കൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുമുപരി ഞങ്ങളുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും രാജാവായി വാണരുളണമേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ക്രിസ്തു ഈ ഭവനത്തിൻ്റെ നാഥനെന്ന് ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളുടെ മുൻവാതിലുകളിൽ ഞങ്ങൾ ആലേഖനം ചെയ്തു വയ്ക്കാറുണ്ട്. അത് ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണെന്ന് ഹൃദയത്തെ തൊട്ടേറ്റു പറയുന്നുമുണ്ട്. എന്നാൽ അങ്ങയേക്കാൾ വലുതെന്ന് ഞങ്ങൾ കരുതുന്ന എന്തൊക്കെയോ ഞങ്ങളിൽ വാഴുന്നത് കൊണ്ടാവാം ഞങ്ങളുടെ മേലുള്ള അവിടുത്തെ അധികാരത്തിൽ കീഴിൽ താഴ്മയോടെ നിൽക്കാനോ എല്ലാം അവിടുത്തെ സംരക്ഷിക്കാനോ സ്വാതന്ത്ര്യത്തിനും പൂർണ്ണമായി ഭരമേൽപ്പിക്കപ്പെടാനോ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നുണ്ട്. വ്യക്തിജീവിതത്തിൽ എന്തൊക്കെയോ കുറവുകൾ ഞങ്ങളെ അലട്ടുന്നത്, ഭവനങ്ങളിലും പരിസരങ്ങളിലും ഞങ്ങൾക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത്, സ്വാർത്ഥതയും സമാധാനക്കുറവും ഉത്കണ്ഠകളും മാനസിക പിരിമുറുക്കങ്ങളും അശാന്തിയും കോപവുമൊക്കെ ഞങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഭരണം നടത്തുന്നത്, രാജരാജനായ ഈശോയെ അങ്ങയേക്കാൾ വലുതായി മറ്റൊന്നും ഞങ്ങളിൽ ഭരിക്കാതിരിക്കാൻ അങ്ങ് മാത്രം ഞങ്ങളുടെ രക്ഷകനും നാഥനും സർവസ്വവുമായി ഞങ്ങളിൽ വാഴണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും അങ്ങ് പൂർണ്ണമായി ഏറ്റെടുക്കുകയും നിയന്ത്രിക്കുകയും ഞങ്ങളുടെ സമാധാന സംരക്ഷണത്തിൽ ഭരിക്കുകയും ചെയ്യണമേ. എല്ലാറ്റിനുമുപരിയായി അങ്ങയുടെ നാമം പൂജിതമാവുകയും അങ്ങയുടെ രാജ്യം വരികയും അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങളുടെ ജീവിതത്തിലും ഇന്നും എന്നേക്കും നിറവേറുകയും ചെയ്യണമേ. ഈശോനാഥ, ഞങ്ങൾക്ക് മാർഗമായിരിക്കണമേ. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാ ദിവസവും എന്നോടൊപ്പം ഏറ്റുചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു നിയോഗം തീർച്ചയായും സാധിച്ചു കിട്ടും. നിങ്ങൾ ഈ പ്രാർത്ഥന മാക്സിമം ഷെയർ ചെയ്യുക, അറിയാത്തവരെ അറിയിക്കുക. നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും പേര് ചൊല്ലി വിളിച്ചാണ് അനുഗ്രഹിക്കുന്നത്. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഒരു ആരാധനാ മധ്യേ ദൈവമാതാവ് കൃപാസനം അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വലിയ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം എന്ന സന്ദേശം ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് കൈമാറിയത്. അതുകൊണ്ട് തന്നെ കൃപാസനം ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ലഭിക്കാവുന്നതിലും ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഈ ഉടമ്പടി പ്രഭാത പ്രാർത്ഥന. വെളുപ്പിന് 5:30 നീലത്തിരി കത്തിച്ച് ചൊല്ലുന്ന ഈ പ്രാർത്ഥന വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ഇതുവരെയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും കൃപാസനത്തിൽ നടക്കുന്ന എല്ലാ അനുഗ്രഹത്തിനും ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാം. കൃപാസനത്തിൽ ചെന്ന് മരിയൻ ഉടമ്പടിയെടുത്ത എന്നെയും അതുപോലെയുള്ള ഈ ചാനലിലൂടെ ഇത് കേൾക്കുന്ന ഓരോ മക്കളെയും കുടുംബങ്ങളെയും പ്രത്യേകമായി ഉടമ്പടിയെടുത്ത മക്കളെയും ഈ പ്രാർത്ഥനയിൽ പ്രത്യേകമായി സമർപ്പിക്കാം. ഓൺലൈനായി ഉടമ്പടിയെടുത്ത സഹോദരങ്ങളും ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് ഉടമ്പടിയെടുത്ത മക്കളെയും സമർപ്പിക്കാം. കൃപാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായി കൃപാസനത്തിൻ്റെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛനാരോഗ്യവും ആയുസ്സും ലഭിക്കണമേ എന്നും ലക്ഷക്കണക്കിന് നാനാജാതി മതസ്ഥരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന രോഗസൗഖ്യ പ്രാർത്ഥനയിലൂടെയും കൈവെപ്പ് ശുശ്രൂഷയിലൂടെയും അവരുടെ ആവശ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ഈശോയുടെ അത്ഭുതദാസനായി ഇനിയും ആരോഗ്യം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ കൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്ന മേഖലയെ സമർപ്പിക്കാം. വളരെ വിശ്വാസത്തോടുകൂടി പ്രത്യാശയോടുകൂടി നിരാശ വെടിഞ്ഞ് ആവശ്യങ്ങൾ സാധിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി നാം ചൊല്ലുന്ന ഈ പ്രാർത്ഥന വളരെ ഭക്തിപൂർവം വിശ്വാസപൂർവം ചൊല്ലാം.
ആരെല്ലാം വിഷമിച്ച് കൃപാസനത്തിലെത്തിയാലും അവരെല്ലാം രക്ഷപ്പെടുന്ന അത്ഭുത പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. ഈ പ്രാർത്ഥന അതുപോലെ തന്നെ വിശ്വാസ പ്രമാണത്തിൻ്റെ ശക്തി വളരെ വലുതാണ്. ഏതൊരു കാര്യത്തിനും നാം നിരന്തരം ഉരുവിട്ടേക്കൊണ്ടേയിരിക്കേണ്ട വിശ്വാസ പ്രമാണം, ഈശോയുടെ ജനനം മുതൽ മരണം, ഉദ്ധാനം, ഉയർപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും വിശ്വാസ പ്രമാണത്തിൻ്റെ ശക്തി വലുതാണ്. ആരെല്ലാം വിഷമിച്ച് അമ്മയുടെ അടുത്ത് ചെന്നാലും അവരെല്ലാം വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്നത് പോലെ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ദാഹത്തോടുകൂടി ഈശോയോട് ചോദിക്കാം. ഈ പ്രാർത്ഥന തീരുന്നത് വരെയും ഇത് ശ്രവിക്കുവാനുള്ള അനുഗ്രഹത്തിനായി, ക്ഷമയ്ക്കായി ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവവചനത്തെ ശ്രവിക്കാൻ നമ്മുടെ അധരങ്ങളെ ക്ഷമയോടെ നിർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മടുപ്പ് തോന്നാതെ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ നീ സ്വന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ വിശ്വാസപൂർവം ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം, നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വളരെ വിശ്വാസപൂർവം നമുക്ക് ഓരോ ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. കമൻറ്റിലൂടെ വന്നിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. കടബാധ്യത മൂലം വേദനിക്കുന്ന മക്കൾ, ഒരു പാരമ്പര്യത്തിനു വേണ്ടി, ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, കുടുംബസമാധാനം നഷ്ടപ്പെട്ട് വളരെ വിഷമിക്കുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് സമർപ്പിക്കാം. ജോലിയില്ലാതെ വിഷമിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കാം. മദ്യപാനം മൂലം, മയക്കുമരുന്ന് മൂലം കുടുംബത്തിൽ ബഹളവും കുടുംബസമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ സമർപ്പിക്കാം. നിയോഗങ്ങളെല്ലാം ഏറ്റെടുത്ത് ഞങ്ങളെ അമ്മയുടെ സാക്ഷികളാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ
ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പാന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അമ്മ അപേക്ഷിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അമ്മ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അമ്മ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അമ്മ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈ പ്രാർത്ഥനകൾ വളരെ ഭക്തിപൂർവ്വം നമുക്ക് ഏറ്റുചൊല്ലാം. 7 സ്വർഗസ്ഥനായ പിതാവും 7 നന്മ നിറഞ്ഞ മറിയമേയും ചൊല്ലിയാണ് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടത്. ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ അംഗമാകാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാകണേ. കൂടാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൂടുതൽ ജനങ്ങളിലേക്ക് ഈ പ്രാർത്ഥന കൃപാസനം അമ്മയെ ഈ അത്ഭുത പ്രാർത്ഥന കൊടുക്കുവാൻ ശ്രമിക്കണമേ. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അടയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. കരളിലെ ചോരയായി പാരിൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ. അടയങ്ങൾ
കാലിത്തോഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ,